കോൺഗ്രസ് പ്രഖ്യാപിച്ച സർപ്രൈസ് സ്ഥാനാർത്ഥികളൊന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥി വി എം വിനുവിൻ്റെ വോട്ട് ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെയാണ് വന്നത്. പുതുക്കിയ വോട്ടർ പട്ടികയിലാണ് മലപ്പുറം ഡിവിഷന്റെ വോട്ടറായിട്ടുള്ള സംവിധായകൻ വി എം വിനുവിൻ്റെ വോട്ട് ഇല്ല എന്ന് കണ്ടെത്തത്. പിന്നാലെ ജില്ലാ കളക്ടറെ സമീപിച്ച് കോൺഗ്രസ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കോൺഗ്രസ് ഒരു സൂക്ഷ്മ പരിശോധനയിലടക്കം പോകുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ വി എം വിനു കടന്നിരിക്കുന്നത്. മേയർ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വോട്ട് വെട്ടിമാറ്റി എന്നുള്ള തോന്നലുണ്ടാകാൻ കാരണം 40-45 വർഷമായിട്ട് ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ വോട്ട് ചെയ്തൊരുത്തരാണ്. എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഈ നമ്മളെ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് നിങ്ങളെ ജാലിനേരാണ്. അതിനുശേഷം ഞങ്ങളൊക്കെ അറിയുന്നത്. കാരണം നിങ്ങളെ വെച്ച് അടിച്ച് കലക്കിയുണ്ട്. അതിനുശേഷം ഇങ്ങനൊരു നീക്കം തന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ഞാനിവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ അറിവിൽ ഇവർക്കൊരു പതർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് വേണ്ടി എതിരായി നിൽക്കുന്ന ആൾക്കാരെ വേണ്ടി അവരാരെ നിർത്തും എന്നുള്ളൊരു കൺഫ്യൂഷനുള്ള ഇപ്പോൾ ആ കൺഫ്യൂഷൻ ഇവരനുഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് നല്ലൊരു ചിത്രം. കോൺഗ്രസ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് ആദ്യത്തെ പേരുകാരനാണ് വി എം വിനു. അപ്പോൾ അതിനെ ഭയക്കുന്നുണ്ടെന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഞാനൊരു കോഴിക്കോട് ജനിച്ചു വളർന്ന എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഞാൻ ഫേസ്ബുക്കിലൂടെ ഒളിയുദ്ധം നടത്തുന്ന ഒരുത്തനല്ല, നേരിട്ട് വന്ന് സംസാരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു നീക്കമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം മലാപ്പറമ്പിൽ 18 വർഷമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് നിയമസഭ. 18 വർഷമായിട്ട് ഞാൻ അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരുത്തരാണ്. 18 വർഷം. അതിനു മുമ്പേ തൊട്ടടുത്ത് എരഞ്ഞിപ്പാലത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ വീട് തറവാട്. നിയമസഭാ മണ്ഡലത്തിലാണ് സാധാരണ വോട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് നോർത്തില്ലേ, സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മളെ ബൂത്തുള്ളത്. അവിടെ പോയിട്ട് ഞാൻ എല്ലാ ഈ തെരഞ്ഞെടുപ്പുള്ള സമയത്ത് ഞാനും വൈഫും എൻ്റെ മോനും പോയി വോട്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് CPM ഇന്ന് ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരെ ഹൈപ്പിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ ഹൈപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ജനങ്ങൾ മാനസികമായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വൈഷ്ണവ് സുരേഷ് എന്നുള്ള സ്ഥാനാർത്ഥിക്ക് ഇതേ സമാന സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഹൈക്കോടതി ഇടപെടുന്നു അതിനകത്ത് അനുകൂലമായിട്ട്. അപ്പോൾ അതുപോലൊരു സംഭവം താങ്കൾക്ക് ഉണ്ടാകുന്ന ഞാൻ ഇവിടെ കോടതി നിയമമില്ല, അതിൽ ഞാൻ ഭയങ്കരമായി നീതിപീഠത്തിന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, ഇതിപ്പോൾ നമ്മളെ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ബീഹാറിലും എല്ലാ ദിക്കും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇനി ആകെ നമുക്ക് നമ്മുടെ നാടിൻ്റെ ആശ്രയം, ഓരോ പേരുടെ ആശ്രയം, ഒരു ശക്തിയും ഒരു വിശ്വാസവും കോടതിയിലും നിയമത്തിലും മാത്രമേ ഉള്ളൂ. എന്ത് അട്ടിമറി വേണമെങ്കിൽ നടക്കുക. അല്ലാതെ ഇവിടെ ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളപ്രചരണമായിട്ട് ഇറങ്ങിയത്. കല്ലായിൽ പ്രചരണം കൊഴുപ്പിക്കാം മോനെ, എന്നോ കൊഴുത്തടാ മോനെ, ഇനി കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ബീഹാറിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം അത് കോഴിക്കോട്ടും ഉണ്ടായി എന്നാണ് ഇപ്പോൾ കല്ലായിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എം വിനു വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും, അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. കല്ലായിൽ പ്രചരണം കൊഴുപ്പിക്കുമെന്ന് കൂടി വ്യക്തമാക്കുകയാണ്. കോഴിക്കോട് നിന്ന് മനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.